ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ ആണെങ്കിലോ ജാൻസി വില്ലയുടെ മുന്നിൽ വരികയാണ്. ആ സമയത്ത് തന്നെയാണ് ആ ഒരു കോള് വരുന്നത് കേട്ടോ. എന്നെ റൂബിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവരും സജ്ജമായി നിൽക്കുക കേട്ടോ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം തന്നെ റൂബി പറയുന്നുണ്ട് അവൻ വിളിക്കുന്നുണ്ടെന്നാൽ ഫോൺ എടുക്കുക. അപ്പോഴത്തേനും ഫോൺ എടുക്കാൻ എനിക്ക് പേടിയാവുമെന്നോ. ഒരു കാര്യം ചെയ്യേ, താൻ എൻ്റെ കയ്യിൽ ഫോൺ തായോ എന്ന് പറഞ്ഞിട്ട് ശിവ ഫോൺ വാങ്ങുന്നു. എന്നിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. റൂബിക്ക് നല്ല ടെൻഷനുണ്ട്, അതുകൊണ്ട് അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കെവിൻ ഒന്ന് അകത്തേക്ക് വരാവോ, എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് കെവിൻ അകത്തേക്ക് കയറുന്ന സമയത്ത് അഭിയാണെങ്കിലോ വാതിൽ അടയ്ക്കുന്നു കേട്ടോ. താൻ എന്താണോ വിചാരിച്ചതെന്ന് പറയുമ്പോൾ കെവിൻ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുകയാണ്. മറ്റൊന്നുമല്ല, നേരത്തെ തന്നെ റോഡിൽ വെച്ച് അഭിയെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പോലീസാണെന്നാണ് അഭി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രാപ്പാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യാണ്. ആ സമയത്ത് എല്ലാവരും കൂടിയും ആയുധങ്ങളായിട്ട് അവൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. താൻ എന്താണോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ ചതിക്കാമെന്നോ, ഒരിക്കലും നടക്കില്ല. തനിക്കിനി ഉണ്ട തിന്നിട്ട് അങ്ങ് ജയിലിൽ കിടക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂബിയോട് ആ കെവിൻ പറയുന്നുണ്ട്, നീ എന്നെ ചതിക്കുമായിരുന്നില്ലടി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷയാണെങ്കിലോ ഇതെല്ലാം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ആ സമയത്ത് കെവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ റൂബിയെ കഴുത്തിന് പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരാളും അനങ്ങി പോകരുത്, അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ കൊന്നു കളയുമെന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും ടെൻഷനാവുന്നുണ്ട്. കാരണം ആ കത്തി വെച്ച് റൂബി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ടെൻഷനാണ് എല്ലാവർക്കും. അതിനുശേഷം തന്നെ ആ ബാഗ് മര്യാദയ്ക്ക് എടുത്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവ ആ ബാഗ് എടുത്തു കൊടുക്കുന്നു. അതിന് നിറച്ച് ഡ്രഗ്സ് ആണല്ലോ. അതിനുശേഷം തന്നെ പിടിക്കടി ഈ ബാഗ് എന്ന് പറഞ്ഞിട്ട് റൂബിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഒരുത്തിയും ഇണങ്ങി പോകരുത്, ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ നടക്കടി എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്തുണ്ടല്ലോ വാതിൽ തുറക്കുന്ന സമയത്ത് വർഷയുടെ ഉന്ന ഒരിക്കലും പഴച്ചിട്ടില്ല. അങ്ങ് തലയ്ക്ക് ഒരു ഏറ് കൊടുക്കട്ടെ. അവിടുത്തെ ഒരു പൂച്ചട്ടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് എറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ ബോധം പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ബോധം പോയി അവനെ കൈയും കാലൊക്കെ കെട്ടിയിടുന്നുണ്ട്. അതിനുശേഷം തന്നെ മാഡം വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വിളിക്കുന്ന DYSP മാഡം വരുന്നു. അതിനുശേഷം തന്നെ ഇവൻ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെയല്ലടാ ഞാൻ പിടിച്ചത്, പിന്നെ നീ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് ഇത് തന്നെയാണോടാ പണി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഈ ബാഗിൽ എന്താണെന്ന് നോക്കുക എന്ന് പറയുന്നു. ഇതിൽ ഡ്രഗ്സ് ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ അവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്നാട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് മതിയായില്ലടാ, നിന്നെ ഞാൻ അകത്താക്കാനുള്ള പരിപാടി എനിക്കറിയാം. അപ്പോഴത്തേനും അഭി നല്ല പോയിൻറ്റ്സൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് ഇവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ അകത്താക്കാമെന്നും പറയുന്നുണ്ട്. ഇത് അക്കിലെ അവിടെ നിൽക്കുക, ഇതിനേക്കാളും വലിയ ശിക്ഷയായിരിക്കും ഇവന് കിട്ടാനായിട്ട് പോകുന്നതെന്നും മേഡം പറയുന്നതായിട്ടോ കാണിക്കുന്നത്. അതിനുശേഷം തന്നെ പിടിച്ചകത്തിട് എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ റൂബിയോട് പറയുന്നുണ്ട്, കുട്ടി ഇവരെ കോണ്ടാക്ട് ചെയ്തത്, അതായത് അഭിരാമി വക്കീലിനെ കോണ്ടാക്ട് ചെയ്തത് വളരെ നന്നായി, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും. പെൺകുട്ടികൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും കണ്ടിട്ടും വേണം ഓരോരുത്തരുടെ കൂടെ ഇറങ്ങി പുറപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചതിയിൽപ്പെടും. താൻ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ ചതിക്കപ്പെട്ടിട്ടുണ്ട്, തന്നെപ്പോലെ കുറച്ച് പേര് മാത്രമേ ഇതിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും താൻ എൻ്റെ കൂടെ വായോ, മൊഴി തന്നതിന് ശേഷം തന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റവും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം റൂബി എല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ. ആ സമയത്ത് അഞ്ചു പറയുന്നുണ്ട്, ഇവിടെ നടന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്താണെന്നറിയില്ലല്ലോ, എന്തായാലും ആകെ ഒരു വെപ്രാളം പോലെ. എന്തായാലും നല്ല രീതിക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ആൻറ്റി അറിയാതെ തന്നെ നമ്മളിത് കൈകാര്യം ചെയ്തില്ലേ. അത് തന്നെയാണ്. അഭി കുറേ ലോ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കറക്റ്റ് ആണോടോ. പിന്നെ സൗന്ദര്യത്തിൽ മാത്രമല്ല, എനിക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നിൽ തന്നെയാണ്, തന്നോടൊന്നും കാണിക്കില്ല എന്നുള്ളൂ. എന്തായാലും എല്ലാവരും പോയി ഉറങ്ങിക്ക്, തട്ട പാതിരാത്രിയായി. അങ്ങനെ വർഷം പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല. രാവിലെ എണീറ്റ് വിവേകേട്ടൻ്റെ കൂടെ പോകേണ്ടതല്ലേ വയനാട്ടിലേക്ക് രണ്ടുപേരും കാറിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് വിവേകേട്ടൻ്റെ ബോറടിക്കില്ലേ, എല്ലാവരും ചെന്ന് ഉറങ്ങാനായിട്ട് നോക്കുമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ചന്ദ്രദാസിനെയാണ് കാണിക്കുന്നത്. ചന്ദ്രദാസിനോട് വേറൊരാൾ വന്ന് പറയുന്നുണ്ട്, നാളെ വർഷം ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ ഒരു വില്ലേജ് ഓഫീസിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ നഷ്ടപരിഹാരം, അവരുടെ അമ്മയുടെയും അനിയത്തിയുടെയും നഷ്ടപരിഹാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ആ സമയത്ത് രാഘവനെ അറിയിക്കണ്ടേ, അയാളിഞ്ഞ ഒരു ഹെൽപ്പും വേണ്ട, എനിക്ക് അവളോട് നല്ല പറയാനുണ്ട്. വയനാട്ടിൽ വെച്ചിട്ടും അതുപോലെ കൊച്ചിയിലും വെച്ചിട്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഗസ്റ്റ് ഹൗസിൽ തന്നിട്ടാണ് എൻ്റെ കണ്ണ് പോലും തുറന്നത്. ഇനി അവളെ ചുരം കയറിക്കഴിഞ്ഞാൽ ചുരം ഇറങ്ങില്ല, ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ ചന്ദ്രദാസ് പറയുന്നുണ്ട് കേട്ടോ. അവൾ ഇങ്ങോട്ട് കയറി വരട്ടെ എന്നും
പറയുന്നുണ്ട്. പിറ്റേ ദിവസമാണെങ്കിലോ പോവാനായിട്ട് എല്ലാവരും റെഡിയായി. അതിനുശേഷം തന്നെ വസുന്ധര നമ്മുടെ വർഷയോട് പറയുന്നുണ്ട്, മോള് നന്നായിട്ട് തന്നെ പോയിട്ട് വായോ, വിവേക് ഉണ്ടാവും എല്ലാ കാര്യത്തിനും കൂടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേക് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും പൊയ്ക്കോളില്ലേ മമ്മി, ഞാൻ എന്തിനാണ്, മര്യാദയ്ക്ക് നീ പറഞ്ഞ കേട്ടോ, മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്കുമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് ഏട്ടാ, എനിക്ക് വയനാട്ടിൽ നിന്ന് ചേമ്പും കാച്ചിലൊക്കെ കൊണ്ടുവരണമെന്ന് അഭിയും പറയുന്നുണ്ട്. ശിവയാണെങ്കിലും വിവേകിനെ എന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നെ വിളിക്കണം കേട്ടോ, എനിക്കും വല്ലാത്ത വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ യാത്രയാക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ രാഹുലിനെയും ഷാർമില ആൻറ്റിയെയാണ് കാണിക്കുന്നത് കേട്ടോ. ഷാർമിലയോട് രാഹുൽ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്, ആൻറ്റി ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഇരിക്കും മോനെ, നീ പോയിട്ട് വായോ എന്നും പറയുന്നു. പിന്നീട് ആ കാര്യങ്ങളെല്ലാം കേട്ട് വരുന്ന ഹരിത, എന്താ മമ്മി രാഹുൽ എങ്ങോട്ടാണ് രാവിലെ തന്നെ പോകുന്നത്, എനിക്കെങ്ങനെ അറിയാമെന്ന് പറയുന്നുണ്ട്. മമ്മിക്കെല്ലാം അറിയാം, കാരണം ഞാൻ എല്ലാം കേട്ടെന്ന് തന്നെ. പിന്നെ അതുമാത്രമല്ല, ശിവയെ ഉപദ്രവിക്കില്ലെന്ന് അങ്കിൾ പറഞ്ഞത് ഞാൻ അനുസരിക്കണമെന്നില്ല, എനിക്കറിയാം, എന്നോട് ശത്രുത പെരുത്തുന്ന ആൾക്കാരൊക്കെ കൊന്നു കളയാനും എനിക്കറിയാമെന്ന് പറയുന്നു. ആ സമയത്ത് ഷാർമിള ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഒരു പക്ഷേ രാഹുലിൻ്റെയും അഞ്ജുവിൻ്റെ കാര്യം ഹരിതയോട് പറഞ്ഞോന്നറിയില്ല, അപ്പോൾ അത് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്ന അഞ്ജുവിനെയും വിവേകിനെയും വർഷയാണ്. ആ സമയത്ത് രാഹുൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിവേക് പറയുന്നുണ്ട്, ഇതാ അവൻ വന്ന് നിൽക്കുന്നുണ്ട്, ഇനി എൻ്റെ ഹെൽപ്പ് വേണ്ടല്ലോ, നിങ്ങൾക്ക് പോവാലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ആക്കിത്തരാം, എന്താ ചെയ്തോളാൻ പറയുന്നു. വിവേകാണെങ്കിലോ വണ്ടി സൈഡാക്കുന്നു കേട്ടോ. അപ്പോൾ രാഹുൽ വരുന്നുണ്ട്, ബ്രോ ഒന്നിങ്ങോട്ട് ഇറങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെന്തിനാ ഇറങ്ങേണ്ട ആവശ്യം, ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി തനിക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുന്നുണ്ട്. നീ ഇറങ്ങിക്കോ എന്ന് പറയുന്ന സമയത്ത് ഇറങ്ങുന്നത് അഞ്ജുവാണ്. അഞ്ജു ഇറങ്ങുന്ന സമയത്ത് വിവേക് ആകെ ഞെട്ടുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്, വിവേക് വിചാരിച്ചിരിക്കുന്ന വർഷയാണെന്നല്ലേ, പക്ഷേ വർഷയല്ലല്ലോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതെന്താ സംഭവിച്ചത്, ബ്രോയ്ക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ, വിവേക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാനുള്ള പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അഞ്ജു എൻ്റെ കാമുകിയാണ്, ഞാൻ അവിടെ ലവറാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവളെ കാണാനാണ് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവളെൻ്റെ കാമുകി മാത്രമല്ല, എൻ്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടി എൻ്റെ പെണ്ണാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേകിനൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ വിവരം അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് വർഷ മാത്രമാണ്. ഞങ്ങൾ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും വർഷ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കാനാണ്. പിന്നെ ഇന്നലെ ജാൻസി വില്ലയിൽ വെച്ച് കണ്ടതെന്ന് വെച്ചാൽ അഞ്ജുവിനോട് നേരിട്ട് തന്നെ ഇന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി നേരിട്ട് വന്ന സമയത്താണ് എല്ലാവരും കൂടി എന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടത്, വർഷനെ രക്ഷിക്കാനാണ് നോക്കിയത്. അന്ന് വിവേകിനോട് ഞാൻ പറഞ്ഞില്ലേ, വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് എൻ്റെ വർഷൻ്റെ കൂടപ്പിറപ്പാണെന്ന്, അതിലൊരു മാറ്റമില്ല, അവൾ എന്നും എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്, ഞങ്ങൾ എല്ലാ കാര്യത്തിനും അവൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിവേകിന് നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അയ്യോ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല, ബ്രോ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി, എന്തായാലും നിങ്ങൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണല്ലോ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ, താലി കെട്ടി പെണ്ണിനെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് രാഹുലിനുണ്ടായല്ലോ, അതല്ലേ വേണ്ടത്, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ വർഷയുടെ യാത്ര അഞ്ജു ചോദിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ രണ്ടുപേരും സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ വിവേകാണെങ്കിലോ വർഷയുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം തന്നെ സോറി, ഞാൻ തന്നെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു വിവേക്, എന്താ നീ ഇനിയൊന്നും കേൾക്കണമെന്നില്ല. അപ്പോഴത്തേന് കാറിൽ കയറാൻ പോകുന്ന സമയത്ത് തന്നെ വിവേകും കയറുന്നുണ്ട്. പക്ഷേ വിവേകിനോട് യാത്ര ചോദിച്ച് തനിച്ച് തന്നെ വയനാട്ടിലേക്ക് പോകാനായിട്ടോ വർഷ തീരുമാനിച്ചിരിക്കുന്ന ബാഗൊക്കെ ആയിട്ട് താനിത് എങ്ങോട്ടാണ് പോകുന്നത്, തൻ്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ വിവേകിൻ്റെ കൂടെ ഞാൻ വരുന്നില്ല എന്ന്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ബസ്സിൽ പോയിക്കോളാം എന്ന് പറയുന്നു. സോറി എടോ, 1000 വട്ടം സോറി, ഞാൻ തന്നോട് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, എന്നോട് പൊറുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ വേണമെങ്കിൽ ഏത്തോടാന്ന് പറഞ്ഞിട്ട് ഏത്തേക്ക് ഇടുന്നുണ്ട്. ആ സമയത്ത് വർഷയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. വിവേക് എൻ്റെ കൂടെ വരണമെന്നില്ല, തൻ്റെ കൂടെ വന്നില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയില്ലേ, അത് ഞാൻ ആൻറ്റിയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം, എൻ്റെ പൊന്നു വർഷയല്ലേ, ഞാൻ സോറി. ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ നമ്മൾ രണ്ടുപേരും തനിച്ച് പോകുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എത്രയോ ഡ്രൈവർമാരുടെ കൂടെ ഒറ്റയ്ക്ക് തന്നെ പെൺകുട്ടികൾ യാത്ര തിരിക്കുന്നുണ്ട്, ഞാനൊരു ഡ്രൈവറായിട്ട് താൻ കണ്ടാൽ മതി, നമുക്ക് പോയാലോ, തൻ്റെ കൂടെ എപ്പോഴും ഞാനും ഉണ്ടാവൂടോ. പിന്നെ വയനാട്ടിലേക്ക് ബസ്സിൽ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രദാസും തൻ്റെ രണ്ടാനച്ഛനായ രാഘവനൊക്കെ അവിടെ ഉണ്ടാവില്ലേ, അപ്പോൾ പിന്നെ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഞാൻ തൻ്റെ കൂടെ ജീവൻ കളഞ്ഞു നിൽക്കൂടോ എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, തനിക്ക് വേണ്ടിയിട്ട് ഒരാൾ കൂടി ഉണ്ടല്ലോ, സന്തോഷത്തിലാണ് കേട്ടോ വർഷ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു എപ്പിസോഡ് കഴിയുന്നത്. ഇതിലും നല്ലൊരു എപ്പിസോഡായിട്ട് നാളെ കാണാം.